ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിന്റെ മുന്നിലെ മനോഹറിന്റെയും അതുപോലെ കിരണും ചെയ്ത കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളിയുകയാണ്. കിരണാണെങ്കിൽ മനോഹറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആഗ്രഹിച്ച് തന്റെ കുഞ്ഞിന് വാങ്ങിയ ഡ്രസ്സ് താൻ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് സരയുവിനെ ഏൽപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും അവന് അവിടെയും പിഴവുകളാണ് സംഭവിച്ചത്. തന്റെ അച്ഛനോടും അമ്മയോടും ആ ഒരു സത്യം പറഞ്ഞപ്പോൾ അത് സരയു കേൾക്കാനിടവരികയും അവൾ സത്യം മനസ്സിലാക്കി മനോഹർ കൊടുത്തയച്ച ഉടുപ്പുകളൊക്കെ കത്തിച്ച് കളയുകയും ചെയ്യുന്നുണ്ട്. ഒരു ദയയും കൂടാതെ. അതുപോലെ തന്നെ കിരണിനെ അവനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. മനോഹറിന്റെ ഭാഗം പിടിക്കുന്നതിനും മനോഹറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഇങ്ങനെയൊക്കെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരുന്നതിനും എന്തായാലും കിരൺ അത് വലിയ വിഷമാവുകയാണ്. അതിനുശേഷം കിരൺ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് സത്യം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ എന്നെ ശത്രുവായി കാണും, ഞാൻ ഇനി ഒരു ഉടുപ്പ് കൊടുത്തു പോലും അവൾ അത് വിശ്വസിക്കില്ല, മനോഹർ തന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ ജയിലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കില്ലല്ലോ. അങ്ങനെ എന്തായാലും അങ്ങനെയൊക്കെ നമ്മുടെ രൂപ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ജയിലിൽ പോയാൽ എന്നാലും അങ്ങനെ വിചാരിക്കില്ലല്ലോ, നീ സമാധാനപ്പെടുന്നൊക്കെ പറയുകയാണ്. നമ്മളൊന്നും കൂടിയും ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്നോടൊക്കെ അവൾക്ക് വലിയ ശത്രുതയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സരയുവിൻ്റെ ദേഷ്യവും കലിയൊക്കെ ഒന്ന് മാറിയതായിരുന്നു. ഈ സംഭവത്തോടു കൂടി കിരണിനോടും അതുപോലെ കല്യാണിയോടും ഭയങ്കര ദേഷ്യമാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനോഹറിനോട് ഈ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നീ തന്ന ഉടുപ്പുകൾ അവൾ കത്തിച്ച് കളയുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ, സാരില്ല സാറ് എനിക്ക് വേണ്ടി സാറ് അവളുടെ മുന്നിൽ തെറ്റുകാരനായില്ലേ എന്ന് പറഞ്ഞിട്ട് മനോഹർ കിരണിനോടും ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ മനോഹർ തിരിച്ച് ജയിലിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ജയിലിലെത്തിയതിന് ശേഷം ഈ പറയുന്ന സരയു അച്ഛനെ കാണാൻ വേണ്ടി ജയിലിലെത്തിയിട്ട് അച്ഛനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. കല്യാണി തൻ്റെ മകളെ അവന് കാണിക്കാൻ വേണ്ടി പോയ കാര്യവും മനോഹർ കൊടുത്തയച്ച കുഞ്ഞുടുപ്പുകളുമായി കിരൺ വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴും ഈ പറയുന്ന സരയുവിനെ തിളപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അതും കല്യാണിയാണ് തെറ്റുകാരി എന്നുള്ള രീതിയിൽ. കല്യാണിയാണ് കിരണിനെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നത്, അവൾ ഇപ്പോഴും നമ്മുടെ ശത്രു തന്നെയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അവൾ അവിടെ നിന്ന് പോരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ജയിലിലേക്ക് തിരിച്ചെത്തുന്ന രാഹുൽ വീണ്ടും മനോഹറിനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. എന്തായാലും ഇതേ സമയത്താണെങ്കിൽ ഗംഗ ആശ്വാസത്തിന്റെ വേളയിൽ തന്നെയാണ്. തൻ്റെ പെങ്ങളുടെ വിവാഹം മുടങ്ങി, ഇനി എന്തായാലും മറ്റാരും തൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വരില്ല, ജീവനിൽ കൊതിയുള്ള ആരും വരില്ല എന്ന ആശ്വാസത്തിൽ അവനും അവൻ്റെ കൂട്ടുകാരും അങ്ങനെ ആർത്തുല്ലസിക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ അവൻ്റെ മറ്റൊരു സുഹൃത്ത് വന്നിട്ട് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ്. അവളുടെ വിവാഹം ഉറപ്പിച്ച കാര്യം പറയുന്നുണ്ട്. ആരായിട്ടാണ് എന്നുള്ളതൊന്നും നമ്മുടെ ഗംഗ മനസ്സിലാക്കുന്നില്ല. ദിലീപ് തന്നെയാണ് അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. എങ്കിൽ പോലും കല്യാണമുണ്ട് എന്ന സത്യം തിരിച്ചറിയുകയാണ്. അങ്ങനെ അവളുടെ കല്യാണം ഒരിക്കലും നടക്കരുത്, അവളുടെ നെറ്റിയിൽ സിന്ദൂരം ഉണ്ടാവരുത്, അവളുടെ കഴുത്തിൽ താലിമാല അണിയാൻ ഞാൻ സമ്മതിക്കില്ല, എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും നാളും ഫൈറ്റ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും അവര് രഹസ്യമായി വെച്ചിരിക്കുന്ന ആ ഒരു കല്യാണം ഈ പറയുന്ന സരയുവിനോട് അതുപോലെ മനോഹറിനോട് പോലും ആരോടും ഈ ഒരു സത്യം പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കല്യാണം രഹസ്യമായി നടക്കാൻ പോകുന്ന കാര്യം ആരെയും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും അറിയാതെ തന്നെ ആ വിവാഹം അവരങ്ങനെ നടത്തുകയാണ്, നല്ല സന്തോഷത്തോടു കൂടി തന്നെ. എന്തായാലും ഈ പറയുന്ന ദിലീപിന്റെ അമ്മയ്ക്കും നല്ലൊരു മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും ദിവസം കല്യാണം വേണ്ട, ആ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണം വേണ്ട, നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം ആ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണമാണെന്നൊക്കെ ഇത്രയും നാളും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്ന നമ്മുടെ ദിലീപിന്റെ അമ്മ അത് പോസിറ്റീവായി തന്നെയാണ് സംസാരിക്കുന്നത്. ഈ പറയുന്ന കാർത്തികയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് മനസ്സിലായി, എന്തായാലും എൻ്റെ ഭർത്താവിനെ, അതായത് ദിലീപിൻ്റെ അച്ഛനെ കൊന്ന ആ കൊലയാളിയെ ഒരിക്കലും ദിലീപ് പറയുന്നത് പോലെ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കരുത്, അതിന് ഈ കല്യാണം നടക്കുക തന്നെയാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണം രഹസ്യമായി തന്നെ കല്യാണം നടക്കുകയാണ്. ഗംഗ അറിയുന്നില്ല. കല്യാണം നടന്നതിന് ശേഷമാണ് ഗംഗ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ഗംഗയ്ക്ക് ആകെ ഭ്രാന്ത് പോലെയാകുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നും അവൻ മറ്റൊരു വേഷത്തിൽ വരുമെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ അങ്ങനെ കല്യാണം നടന്ന ഫോട്ടോ ഒക്കെ
അയച്ചു കൊടുക്കുകയാണ്. ഗംഗയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഗംഗ അത് കണ്ട് ആകെ കലി പൂണ്ട് നിൽക്കുകയാണ്. ഇനി ഗംഗ എന്തായാലും ഒന്നെങ്കിൽ ദിലീപിനെ കാർത്തികയും അന്വേഷിച്ച് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കാത്തു ഒരുങ്ങി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗ എത്തുകയാണ്. ഗംഗയെ പിടികൂടുന്നുണ്ട്. ഗംഗയെ പിടികൂടി അങ്ങനെ കെട്ടിയിടുകയാണ്. കെട്ടിയിട്ടതിന് ശേഷം എല്ലാവരും ചേർന്ന് അവനെ തല്ലിച്ചതയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അമലു ആണെങ്കിൽ വന്നിട്ട് അവൻ്റെ കാരണം നോക്കി തലങ്ങും വിലങ്ങും തല്ലുന്നുണ്ട്. അതുപോലെ കല്യാണിയുടെ കൈ കൊണ്ട് കിട്ടിയാൽ കിട്ടിയതുപോലെ ഇരിക്കും. അത്രയും ശക്തിയുള്ള കൈകളാണത്. അതുകൊണ്ട് തന്നെ അവളും നല്ലോണം അടിക്കുകയാണ്. പിന്നീട് ഈ പറയുന്ന വേലു അവൻ്റെ ദേഷ്യം മുഴുവനും തീർക്കുന്നുണ്ട്. ഓരോരുത്തരായി വന്ന് അവനെ തല്ലാനുള്ളതൊക്കെ കൊടുക്ക്. അങ്ങനെ അവനെ ഇനി പോലീസിൽ ഏൽപ്പിക്കണോ അതോ ജീവനോടെ കൊല്ലണോ എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും. അവനെ ജീവൻ എടുക്കണോ എന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ ഗംഗയെ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് അവൻ വീണ്ടും പുറത്തിറങ്ങും, അല്ലെങ്കിൽ അവൻ ജയിൽ ചാടും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അതിന് മുതിരാതെ ഒരുപക്ഷെ ഈ പറയുന്ന വേലുവും എല്ലാവരും ചേർന്നിട്ട് അവനെ മരണത്തിന് കീഴടക്കിയിട്ട് കാട്ടില് നമ്മുടെ വേലുവിനറിയാലോ കാട്ടിലെല്ലാ സ്ഥലങ്ങളും. അങ്ങനെ കാട്ടിലെ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗംഗയുടെ ആ ശവശരീരം മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കുകയാണ്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ വേലുവിൻ്റെയും എല്ലാവർക്കും ഒരു ആശ്വാസമാവുകയാണ്. ഇത്രയും നാളും തലയ്ക്ക് മുകളിലായി നിന്നിരുന്ന ആ ഒരു വലിയൊരു ആപത്താണ് ഇല്ലാതാക്കിയിട്ടുള്ളത്. അത് ആ കൊലപാതകം വേണമെങ്കിൽ അത് ഏറ്റെടുക്കാൻ പലരും തയ്യാറായി വരുന്നുണ്ട്. ലക്ഷ്മി അമ്മയടക്കം പറയുന്നുണ്ട് ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം അവനെ ആരും അന്വേഷിക്കുന്നില്ല. അവൻ മരണപ്പെട്ടു എന്ന് ഒരാൾക്കും അറിയില്ല. പിന്നെ ഇപ്പം എന്തിനാണ് പോലീസുകാർക്ക് പോലും അറിയാതെയാണ് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിൽ അമലുവിൻ്റെയും വേലുവിൻ്റെയും വിവാഹം വളരെ ചെറിയൊരു രീതിയിൽ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് നടത്തുകയാണ് അവരുടെ ആചാരപ്രകാരം. അതിനുശേഷം തിരികെ നാട്ടിലോട്ട് വന്നിട്ട് നല്ല സ്വർണങ്ങളൊക്കെ കൊടുക്കുക. കല്യാണി ആയാലും കാർത്തികയായാലും അമലുവിന് ഇട്ടുമൂടാനുള്ള അത്യാവശ്യത്തിന് ദേഹത്തിടാനുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതൊക്കെ തന്നെ അമലുവിൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വേലുവിനുമായിട്ടുള്ള വിവാഹം നല്ല ഭംഗിയായി തന്നെ നടത്തുകയാണ്. അതുപോലെ കാർത്തികയുടെ കമ്പനിയിൽ വേലുവിൻ്റെ ആ ഒരു ബിസിനസ്, ആ തേന് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ അവരുടെ ജീവിതവും മെച്ചപ്പെട്ട രീതിയിലാവുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിൽ പോകുന്ന ആ ഒരു സുന്ദര നിമിഷങ്ങളാണ് വരാനൊക്കെ പോകുന്നത്. എന്തായാലും ഗംഗയുടെ കാര്യത്തിൽ വലിയൊരു തീരുമാനമുണ്ടാകുമ്പോൾ ഈ പറയുന്ന സരയു ഇടം തിരിഞ്ഞ് നിൽക്കുകയാണ്. സരയു നമ്മുടെ കിരണിനോടും കല്യാണിയോടും വളരെ ദേഷ്യപ്പെട്ടിട്ട് ഇനി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും, അതുപോലെ കമ്പനിയിൽ നിന്ന് ഇറങ്ങും എന്നുള്ള ഒരു ഭീഷണിയിലൊക്കെയാണ് അവൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.